വ്യത്യസ്തമായ വാർത്താവായന മത്സരത്തിന് വേദിയായി കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആശയത്തിലെ വ്യത്യസ്തതയും അവതരണത്തിലെ മികവും കൊണ്ടാണ് മത്സരം ശ്രദ്ധേയമായത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യത്യസ്തമായ പരിപാടികളുടെ ഭാഗമായാണ് ദൃശ്യമാധ്യമ വാർത്താ അവതരണ മത്സരം നടത്തിയത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അന്ന് മലയാളം ടെലിവിഷൻ ചാനലുകളുണ്ടെങ്കിൽ വാർത്തകൾ അവതരിപ്പിക്കുന്ന രീതിയിലാണ് മത്സരം സംഘടിപ്പിച്ചത്. കുന്നംകുളം ഉപജില്ലാ തലത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. കുട്ടികൾ വീഡിയോ പ്രോജക്ടർ ഉപയോഗിച്ച് സ്വാതന്ത്ര്യസമരത്തിന്റെയും സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ചടങ്ങുകളുടെയും വാർത്തയ്ക്ക് അനുയോജ്യമായ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചും പ്രധാന വാർത്തകളും വോയിസ് ഓവറും ഗ്രാഫിക്സ് സഹിതമാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. നിയമസമാധാന വകുപ്പും ദിവാലയിൽ നിന്ന് എടുത്തുമാറ്റിക്കൊണ്ട് കൊച്ചി രാജാവിന്റെ വിളംബരം. വാർത്തകൾ വിശദമായി. വ്യക്തമായ അതിർത്തി വിഭജന ആഭ്യന്തരമന്ത്രിയായി സർദാർ വല്ലഭായ് പട്ടേൽ. ഹൈസ്കൂൾ വിഭാഗത്തിൽ ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ശ്രീഹൃദയവും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആർഷ എസ് വാര്യരും ഒന്നാം സ്ഥാനം നേടി. CCTV സീനിയർ ന്യൂസ് എഡിറ്ററും ന്യൂസ് റീഡറുമായ PS ടോണി, സീനിയർ റിപ്പോർട്ടറും ന്യൂസ് കോർഡിനേറ്ററുമായ ജോസ് മാളിയേക്കൽ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. മത്സരം നിലവാരമുണ്ടായിരുന്നെന്നും മത്സരാർത്ഥികൾ മികവ് പുലർത്തിയെന്നും വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു. കുട്ടികളെ സംബന്ധിച്ച് വളരെ ക്രിയേറ്റീവായി ചിന്തിക്കുവാൻ, ഒരുപക്ഷെ ഈ ഗ്രാഫിക്സ് ഒക്കെ തയ്യാറാക്കുവാൻ സാധിച്ചു. മത്സരം പൊതുവെ നിലവാരം പുലർത്തി എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പൊതുവായ അഭിപ്രായം. 17 വയസ്സിൽ ഇത്തരത്തിലൊരു മത്സരത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാനോ ഒന്നും കഴിയാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരാളാണ്. ആ അർത്ഥത്തിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്ക് കൂടി നിങ്ങൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. മാധ്യമപ്രവർത്തകനും സ്കൂൾ SMC ചെയർമാനുമായ റഷീദ് എരുമപ്പെട്ടി, പ്രിൻസിപ്പാൾ VB ശ്യാം, പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ, അധ്യാപകരായ PS സനൽ, K മുഹമ്മദ് നിയാസ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം CCTV ന്യൂസ് എരുമപ്പെട്ടി.